പുസ്തകങ്ങളും കഥകളൊക്കെ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ വിചാരിക്കും എന്തിനാണ് വായിച്ചതെന്നല്ല, ഈ കാലത്ത് ഈ വീഡിയോ ഒക്കെ ഇട്ട് ആരെങ്കിലും കാണുമോ പുസ്തകത്തിനെ പറ്റി, കഥകളെ പറ്റി, അങ്ങനെ ചിലക്ക് ചിന്തിക്കും. അപ്പോൾ കയ്യിലുള്ളൊരു 3 പുസ്തകങ്ങൾ, ഈ 3 പുസ്തകങ്ങളെ പറ്റി റിവ്യൂ അല്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ മുഴുവൻ വായിച്ചതാണ്. ഇതൊന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത്തത് കാണാമോ? ദ പീകോക്ക് മെസ്സഞ്ചർ, മയൂർ ദൂതം അല്ലെങ്കിൽ മയൂഖ സന്ദേശം എന്ന് പറയുന്ന ഡോക്ടർ PK നാരായണ പിള്ളൈ അദ്ദേഹം എഴുതിയതാണ്. ഇത് വാങ്ങിച്ചത് വന്നിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി, നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്ത്. അവിടെ ഇടയ്ക്ക് ഈ പഴയ പുസ്തകങ്ങൾ കോപ്പീസ് ലൈബ്രറിയിൽ നിന്ന് അവർ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ അറിയില്ല, ഞാൻ പോയിട്ട് കുറേ കാലമായി. അങ്ങനെ വാങ്ങിയതാണിത്. ഇത് വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമുള്ള, ട്രാവൻകൂർ ബേസ് ചെയ്തുള്ളതും കൂടെയാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ പറഞ്ഞത്. ഇത് ഇറങ്ങിയത് 84 പ്രിന്റ് ചെയ്തിരിക്കുന്നത്, 84, വിത്ത് ഫോർവേഡ് ഓഫ് ഡോക്ടർ കരൺ സിംഗ്. അദ്ദേഹമാണ് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇപ്പോൾ അന്ന് 45 രൂപയ്ക്ക് ഇറങ്ങിയ പുസ്തകമാണ്. തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ്സിൽ അടിച്ച പുസ്തകം, പ്രിന്റ് ചെയ്തത് 84. ഡെഡിക്കേറ്റഡ് ടു ദ റിവേർഡ് മെമ്മറി ഓഫ് കേരള കാളിദാസ കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ. അദ്ദേഹമാണ് എഴുതിയത്. അദ്ദേഹത്തിന് ഫോർവേഡ് വെച്ചിട്ടാണ് ഡെഡിക്കേറ്റ് എഴുതിയിരിക്കുന്നത്. തുടങ്ങുന്ന ചാപ്റ്ററിന് നല്ല രസമാണ്, ഒരു വാക്കാണ്. ആക്ച്വലി അതിൻ്റെ ഹിന്ദി മുകളിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷാണ് ഞാൻ വായിക്കുന്നത്. ഓ ഫ്രണ്ട് ഓഫ് വാട്ട് earthly യൂസ് is this body if it is not to be of service to others as well. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മയൂരദൂതമാണ് ഇത്. പക്ഷെ വായിച്ച ഒരു എന്താണ് അതിന് പറയേണ്ടത്, ലോകത്തിലേക്ക് പറത്തിവിടാൻ പറ്റുന്ന ഒരു ചിറകാണ് അല്ലേ. ഓ ഫ്രണ്ട് ഓഫ് വാട്ട് earthly യൂസ് is this body if it is not to be of service to others as well. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. ആക്ച്വലി ഇത് കഥയല്ല, ഒരു പാട്ടാണ്. പാട്ടിനെ ഒരു കഥ പോലെ പറയുന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ്. മയൂഖ സന്ദേശം ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മളിങ്ങനെ പറക്കും ആ മയിലിനൊപ്പം, ഓരോ ഇടങ്ങളും കണ്ട്, ഓരോരോ സ്ഥലങ്ങളും കണ്ട്, എന്തൊക്കെ കാഴ്ചകളുണ്ട്. ആ മയൂഖം നമ്മളെ ഓരോ കാഴ്ചകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും, പറത്തി. അതാണ് ഈ പുസ്തകം. അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസ് പറയുന്നുണ്ട് അവർ. ശരിക്കും ഇത് അതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു അറസ്റ്റ് ചെയ്ത ഒരു ഏരിയയാണ്. അതായത് ഡ്രമാറ്റിക് അറസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ അറസ്റ്റിൻ്റെ സമയത്ത് മഹാരാജ കെപ്റ്റ് കംപ്ലീറ്റ് സീക്രസി അബൌട്ട് കേരളവർമാസ് ലെറ്റർ but immediately reported the crime to the governor at Madras seeking directions for necessary action in the matter. അതായത് അദ്ദേഹത്തിന് തുറങ്കിലടച്ചിരിക്കുകയാണ്. തുറങ്കിലടച്ച അദ്ദേഹം ഒരു ദൂത് വിടുകയാണ്. ആ ദൂത് വീണ്ടും പറയുന്നുണ്ട്, ലക്ഷ്മിബായി ഇൻ സെപ്പറേഷൻ having interned Keralavarma in the Alappuzha jail. ആലപ്പുഴ ജയിലിലാണ് ഇട്ടിരിക്കുന്നത്. The Maharaja began to harass Lakshmibai by restricting her personal freedom and curtailing many of her royal privileges. അപ്പോൾ ലക്ഷ്മിബായി പേഴ്സണൽ ലൈഫിന് അന്നത്തെ കാലമാണ്, ഇന്ന കാലമല്ല, രാജഭരണ കാലമാണ്. അപ്പോൾ മാക്സിമം അവരുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അടക്കി വെച്ചുകൊണ്ട് ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രണയം, അദ്ദേഹത്തിൻ്റെ വിരഹം, അദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്സിങ് എല്ലാം ഒരു ദൂതായിട്ട് പറത്തിവിടുന്ന പുസ്തകമാണത്. അതിങ്ങനെ നമ്മുടെ ഹരിപ്പാട് അവിടെ നിന്ന് വരുന്നത്, ഉള്ളൂർ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മുകളിൽ കൂടെ വരുന്നത്, പത്മനാഭൻ്റെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പറയുമ്പോൾ കുറേ ഐഡിയ കൂടെ നമ്മളിങ്ങനെ പറക്കും എന്നതിനോടൊപ്പം. ഇങ്ങനെയാണ് ചാപ്റ്റർ പോകുന്നത്. ചാപ്റ്റേഴ്സാണ് പോകുന്നത്. ഓരോരോ ഏരിയ വേണ്ട, ശ്യാനന്തുറ, ഓരോരോ ഏരിയയെ പറ്റി നമ്മുടെ ട്രാവൻകൂറിലേക്ക് പ്രവേശിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരികയാണ് ദൂതുമായിട്ട്. അപ്പോൾ
ആ പ്രദേശത്ത് കണ്ട കാഴ്ചകൾ, കാണുന്ന കാഴ്ചകളൊക്കെ ഒരു ഡ്രോൺ വ്യൂ, ഇന്നത്തെ കാലത്ത് പറഞ്ഞു ഒരു ബേർഡ്സ് വ്യൂവിൽ ഇങ്ങനെ കഥകൾ പറയും. അവിടെ അന്നത്തെ അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ജോഗ്രഫി മൊത്തം അന്നത്തെ ഇതിൻ്റെ അകത്തുണ്ട്. അതുമുതൽ വഞ്ചിനാട് വരെയുള്ള ഒരു ജോഗ്രഫി ഇങ്ങനെ പറന്നു വരികയാണ്. എൻ്റെ അകത്ത് കണ്ട കാഴ്ചകൾ, ആരൊക്കെ നിൽപ്പുണ്ട്, അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇത്. പിന്നൊന്ന് കഥ കൈ ചൂണ്ടുന്നത് നിങ്ങളെ. ഇത് ആക്ച്വലി ഇംഗ്ലീഷാണ്. ഇത് എഴുതിയത് ഹാൻസ് ആൻഡേഴ്സൺ, ഒരു ഡാനിഷ് സാഹിത്യകാരനാണ്, എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കുള്ള കഥയെന്നാണ് പറയുന്നത്. ബട്ട് ഒരുപാട് ഞാൻ വായിച്ചിട്ടുള്ള കഥകളാണ്, വളരെ കുറച്ചേ ഉള്ളൂ. ഇദ്ദേഹത്തിന് വേറെ ഉണ്ട്. ഇത് ഭയങ്കര രസമുള്ള ഇമാജിനേറ്റീവാണ്, എന്നാൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ കഥകളാണ്, ചെറിയ ചെറിയ കഥകളാണ്, വളരെ കുഞ്ഞു കുഞ്ഞു കഥകളാണ്. അതായത് പയറുമണിമേൽ കിടന്ന രാജകുമാരി, തീപ്പട്ടി വിൽക്കുന്ന പെൺകുട്ടി, ഇങ്ങനെയാണ് പേര്. പക്ഷെ ഭയങ്കര ഇമാജിനേറ്റീവും നമ്മളെ ഡീപ്പ് തോട്ട്സിലേക്കും കൊണ്ടുപോകുന്ന പുസ്തകമാണ്. കുറേ ചെറിയ ചെറിയ കഥകളാണ്, വളരെ ചെറിയ ചെറിയ കഥകൾ. അദ്ദേഹം വേറെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കൊണ്ട കഥകളാണ്. കാരണം കുഞ്ഞു കഥകളാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാലസാഹിത്യം എന്ന് വിളിക്കാം, പക്ഷെ അതല്ല, അതിലപ്പുറം വലിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് വന്നിട്ട് ലോഗോസ് ഇറക്കിയ പുസ്തകമാണ്, പക്ഷെ രക്ഷയില്ലാത്ത കഥകളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. ഇതിൻ്റെ ഏതെങ്കിലും കഥ ഒരിക്കൽ വായിക്കാം. ഇതിൽ വളരെ രസകരമായിട്ടുള്ള പുസ്തകമാണ്. മാന്ത്രിക തീപ്പെട്ടി എന്നൊരു കഥയുണ്ട്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഥകൾ ആലോചിക്കുമ്പോൾ ഈ ആനിമേറ്റഡ് പരിപാടി വരുമ്പോഴത്തേക്കൊന്നും നോക്കും മറിച്ച്. അപ്പോൾ ചിലപ്പോൾ ഐഡിയ വരും, കൊള്ളാമല്ലോ, ഇമാജിനേഷൻ. ഫീനിക്സ് എന്ന് പറഞ്ഞ കഥയുണ്ട്, ഭയങ്കര ഗംഭീര കഥയാണ്. 2 പേജ് 3 പേജൊക്കെ ഉള്ളൂ കഥ, പക്ഷെ നമ്മളെ കൊണ്ട് ഒരുപാട് ചിന്തിപ്പിക്കും. ഭയങ്കര രസമാണ് കഥ. കഥ കൈ ചൂണ്ടുന്നത് നിങ്ങളെ. ഇതാണ് രണ്ടാമത്തെ. ഇതൊരു വെടിക്കെട്ട് ബുക്കാണ്. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരു സംതിങ് എൽസ്. ഇതിനെ എങ്ങനെ വായിക്കുന്നു അതേപോലെ തന്നെ വായിക്കും, പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മുടെ ജീവിതവുമായിട്ട്, സൊസൈറ്റിയായിട്ട്, നമ്മൾ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ജീൻസ് എന്നാണ് കഥയുടെ പേര്. പടം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പാകിസ്ഥാനി പുതു പെൺകഥകൾ എന്നാണ്. ഞാൻ പാകിസ്ഥാനി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അതിനൊരു പ്രക്ഷോഭത്തിൻ്റെ, യുദ്ധത്തിൻ്റെ കാലമാണ്. അപ്പോൾ അവിടെ പ്രകീർത്തിച്ച് പറയുന്നു എന്ന് വിചാരിക്കരുത്. അത് സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, അതല്ല വിഷയം. അവിടുത്തെ പെൺകുട്ടികൾ എഴുതിയ കഥകളാണിത്. അവിടുത്തെ അവരനുഭവിക്കുന്ന യാതനകൾ, അവരനുഭവിക്കുന്ന എന്താണ്, അവരെത്രത്തോളം ആഴത്തിലാണ് അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരെഴുതിയ കഥകളാണ്. ഒരിക്കലും ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ അല്ല. വീണ്ടും പറയുന്നു, ആ യുദ്ധത്തിനോടോ ആ ചെയ്തതിനോടോ സപ്പോർട്ട് ഒരിക്കലും കൊടുക്കുന്നതല്ല. ഞാൻ ഓൾറെഡി സിന്ദൂറിനെ പറ്റി വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഇത് അവിടുത്തെ കഥയാണ്. അവിടെ നടക്കുന്ന എത്രമാത്രം അവിടുത്തെ വിഷയം ആഴത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അവിടുത്തെ പെൺകുട്ടികൾ എഴുതിയ കഥകളാണ്. ഇന്നിപ്പോൾ ഒരു വലിയ ഇതായി കാണും. ഇറങ്ങിയിട്ട് എത്രയായി? 2013 എഴുതിയതാണ്. ഏതാണ്ട് 10-12 വർഷമായി. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നും ഇന്നും സിറ്റുവേഷൻസ് ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഇറാൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ മാറിയിട്ടുണ്ടാവും തോന്നുന്നില്ല. മാറിയാൽ സന്തോഷം. പക്ഷെ വല്ലാത്ത കഥകളാണത്, പറഞ്ഞു തീരത്തില്ല. അവിടുത്തെ പെൺകുട്ടികൾ എഴുതുന്നു എന്ന് പറയുന്നത് തന്നെ അവിടെ അത്ഭുതമാണ്. പക്ഷെ ഇതിൽ വളരെ വളരെ ഗംഭീര, അത് ഞാൻ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. അതിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് പറയേണ്ടി വരും.
ഭയങ്കര രസമായി. കുറേ കഥകളുണ്ട് ഇതിൽ. നയ്യാർ റഹ്മാൻ, പിന്നെ ആരൊക്കെയാണ് വായിക്കാം പേരുകൾ. നയ്യാർ റഹ്മാൻ ഉണ്ട്, അവരുടെ കഥയുണ്ട്. ദെൻ ബീന ഷാ, ഫൈസ്ര ഷഹറാസ്, പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇവരുടെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിച്ച യാതനകളാണ് എഴുതുന്നത്. പക്ഷെ അത് അതാത് കാലഘട്ടത്തിൻ്റെ ബേസിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 2011 എന്ത് ഭാഷയാണോ എന്ത് ആഴത്തിലാണോ അവർ ജീവിച്ചത്, ആ കഥകളാണിത്. ഇൻട്രസ്റ്റിംഗ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബുക്ക്. കുഞ്ഞു ബുക്കാണ്, ചെറിയ കഥകളാണ്, പക്ഷെ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന്, ചിറകുകൾ വിരിച്ച് പറക്കുന്ന ഒരു മയിൽ, പിച്ച വെച്ച് കളിക്കുന്ന കുട്ടികൾ, ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന പെൺകഥകൾ.